നീലക്കുറുക്കന്റെ കഥ കേൾക്കാത്തവരായി ആരുമുണ്ടാവില്ലല്ലോ. അതുതന്നെ പണ്ട് നീലച്ചായത്തിൽ വീണ് നിറം മാറിയ കുറുക്കൻ രാജാവായ കഥ. പക്ഷേ എല്ലാ കുറുക്കനെയും പോലെ പൗർണമിയിലെ തെളിഞ്ഞ ആകാശത്തിൽ പൂർണ്ണചന്ദ്രനെ കണ്ട് കൂവിയ കുറുക്കനെ എല്ലാവരും തിരിച്ചറിഞ്ഞ് ഓടിച്ചു വിട്ടു. ഈ കഥ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് കെ.സി. വേണുഗോപാൽ MP ആണ്. സംഘപരിവാറാണ് കെ.സി. വേണുഗോപാലിന്റെ കഥയിൽ പറഞ്ഞ നീലക്കുറുക്കൻ. കെ.സി. ഈ കഥ ഓർമ്മിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. സ്വർണ്ണപാത്രം കൊടുത്തും കേക്ക് കൊടുത്തും സുരേഷ് ഗോപി വളർത്തിയെടുത്ത ഒരു കപട ക്രിസ്ത്യൻ സ്നേഹമുണ്ട്. ആ സ്നേഹം വെറും പൊള്ളയാണ് എന്ന് തുറന്നു പറഞ്ഞ RSSന്റെ മുഖവാരികയിലെ ലേഖനം പരാമർശിച്ചുകൊണ്ടാണ് കെ.സിയുടെ വക RSSനും BJPക്കും വിശിഷ്യ കള്ള ക്രിസ്ത്യൻ സ്നേഹം വിളമ്പുന്ന സുരേഷ് ഗോപിക്കുമിട്ടുള്ള ഒരു കൂട്ട്. ഒറ്റവാക്യത്തിൽ അദ്ദേഹം BJPയുടെ കള്ള ക്രിസ്ത്യൻ സ്നേഹത്തിന്റെയും പ്രീണനത്തിന്റെയും കടക്കൽ കത്തിവെച്ചു. അതിങ്ങനെയായിരുന്നു: ചായമെത്ര തേച്ചാലും നീലക്കുറുക്കന് കൂവാതിരിക്കാനാകില്ലല്ലോ. അതിരൂക്ഷമായ ഭാഷയിലാണ് കെ.സി. RSS വാരികയിൽ വന്ന വിദ്വേഷ ലേഖനത്തിന് മറുപടി കൊടുക്കുന്നത്. ചായമെത്ര തേച്ചാലും നീലക്കുറുക്കന് കൂവാതിരിക്കാൻ കഴിയില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ കൂവലാണ് ഇപ്പോൾ ഈ ലേഖനത്തിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത്. ഇനി അറിയേണ്ടത്, കേരളത്തിൽ കേക്കുമായി ക്രിസ്ത്യൻ വീടുകൾ കയറി നടക്കുന്ന BJPക്കും RSSന്റെ ഇതേ നിലപാടാണോ എന്നാണ്. അത് വ്യക്തമാക്കേണ്ടത് BJP ആണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. പകൽ വെളിച്ചത്തിൽ ക്രിസ്ത്യാനികൾക്ക് കേക്കും പള്ളിയിൽ സ്വർണ്ണ കിരീടവും ഒക്കെ കൊടുത്തു നടക്കുന്ന അതേ BJPയും സംഘപരിവാരവും തരം കിട്ടിയാൽ ക്രിസ്ത്യാനികളെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കും. അതാണ് കേസരിയിലെ ലേഖനത്തിൽ കണ്ടത്. കപട സ്നേഹം കാട്ടി കേക്കുമായി നടക്കുന്ന BJPയാണ് നീലച്ചായം പൂശിയ കുറുക്കൻ. എന്നാൽ തൊട്ടു പിന്നാലെ സ്വന്തം മുഖവാരികയിൽ ആഗോള മതപരിവർത്തനത്തിന്റെ നാൾവഴികൾ എന്നൊരു തലക്കെട്ടുമിട്ട് ക്രിസ്ത്യാനികളെ മതപരിവർത്തനത്തിന്റെ ചായയടിച്ചും രാജ്യദ്രോഹി പട്ടം ചാർത്തിയും വിദ്വേഷം വിളിച്ചു പറയുന്ന RSS ആണ് പൗർണമിയിൽ പൂർണ്ണചന്ദ്രനെ കണ്ട് കൂവി തനിനിറം വെളിച്ചത്താക്കിയ നീലക്കുറുക്കൻ. ആഗോള മതപരിവർത്തനത്തിന്റെ നാൾവഴികൾ എന്ന കേസരിയിലെ ലേഖനം ക്രൈസ്തവ വിദ്വേഷമാണ്. ആ ലേഖനത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: തങ്ങൾക്ക് എന്നും ബാലികേറാമലയായ കേരളത്തിൽ മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെയ്തതുപോലെ വിദ്വേഷം പരത്തി വോട്ട് പിടിക്കാൻ പറ്റുമോ എന്നറിയലാണ്. മതപരിവർത്തനം എന്ന ഉണ്ടയില്ല വെടികൊണ്ട് നാട്ടിൽ ഒരിക്കൽ കൂടി വെറുപ്പ് പടർത്താമെന്നും ക്രൈസ്തവരെ ഈ നാടിന്റെ ശത്രുപക്ഷത്ത് നിർത്താൻ കഴിയുമെന്നുമുള്ള ഗൂഢലക്ഷ്യമാണ് ലേഖനത്തിന് പിന്നിലുള്ളത് എന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നു. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനത്തിന്റെ പേര് പറഞ്ഞ് അന്യായമായി തടങ്കലിലാക്കപ്പെട്ട കന്യാസ്ത്രീകൾ മോചിതരായപ്പോൾ അവർക്കൊപ്പം പോയി നിന്ന് ഫോട്ടോയെടുത്ത BJP പ്രസിഡന്റ് അടക്കമുള്ളവരുടെ മുഖത്ത് തേച്ച ചായമാണ് ഇവിടെ മഴയത്ത് ഒലിച്ചു പോയിരിക്കുന്നത്. ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം തുപ്പി ശീലിച്ച RSS ചുടലവരെ ആ ശീലം തുടരും എന്നുള്ള പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുകയാണ് ഇവിടെ. ഇനി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് BJP ആണ് എന്നും കെ.സി. പറയുന്നുണ്ട്. കേസരിയിലെ ലേഖനം സംഘപരിവാറിന്റെ തനി നിറം വെളിപ്പെടുത്തുന്നതാണ് എന്നാണ് ദീപികയുടെ മറുപടി. കഴിഞ്ഞ ദിവസമാണ് ദീപിക മുഖപ്രസംഗത്തിൽ ഇതിന് മറുപടി കൊടുത്തത്. ക്രൈസ്തവരെ ചാരി ഭരണഘടനയെ വെട്ടാനുള്ള കുതന്ത്രം കയ്യിൽ വച്ചേക്കൂ എന്നാണ് ദീപിക ലേഖനത്തിന്റെ ആകെ സാരം. സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുക്കാതെ ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന് ഭിന്നിപ്പിക്കൽ യന്ത്രത്തിന് എണ്ണയിട്ട് കൊടുത്ത വർഗീയ പ്രസ്ഥാനം ഇന്നും അതേ പണി തന്നെയാണ് തുടരുന്നത് എന്നാണ് ലേഖനത്തിലെ വിമർശനം. കേരളത്തിൽ ക്രൈസ്തവരുടെ തോളിലേക്ക് കൈനീട്ടി നിൽക്കുന്ന BJPയുടെ മറുകൈ എവിടെയാണ് എന്ന് മനസ്സിലാകാത്തവർക്കും മനസ്സിലായില്ല എന്ന് നടിക്കുന്ന ഇടനിലക്കാർക്കും മതരാഷ്ട്ര മനുസ്മൃതി സ്വപ്നങ്ങൾ തുടരാം എന്നുകൂടി ദീപിക എഴുതുന്നുണ്ട്. അതിനർത്ഥം അടുത്ത കാലങ്ങളിൽ BJPക്ക് ഓശാന പാടിയ ക്രൈസ്തവ നേതൃത്വങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങുകയാണോ എന്ന അനുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ടോ എന്നാണ്. അങ്ങനെ മാറി ചിന്തിക്കുകയാണെങ്കിൽ അതിന് ഹേതുവായത് എന്താണ് എന്നും ഏത് സാഹചര്യത്തിലാണ് കേസരിയിലെ വിദ്വേഷ ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടത് എന്നുകൂടി കാണണം. മതപരിവർത്തനങ്ങളിലൂടെ ഇന്ത്യയിൽ ക്രൈസ്തവ രാജ്യം സ്ഥാപിക്കാൻ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നായിരുന്നു കേസരിയിൽ വന്ന ലേഖനത്തിലെ ഉള്ളടക്കം. ആഗോള മതപരിവർത്തനത്തിന്റെ നാൾവഴികൾ എന്ന തലക്കെട്ട് തന്നെ ഇന്ത്യയിൽ ക്രൈസ്തവ രാജ്യം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് എന്ന ധ്വനി വരുത്തുന്നതാണ്. അതിന് പിൻബലമായി പറയുന്നതാകട്ടെ ഛത്തീസ്ഗഡിൽ മതപരിവർത്തനത്തിന്റെ പേര് പറഞ്ഞ് സംഘപരിവാർ അഴിച്ചുവിട്ട ആക്രമണങ്ങളും അതോടൊപ്പമുണ്ടായ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായിരുന്നു. മലയാളികളായ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധം അരങ്ങേറിയതോടെ കന്യാസ്ത്രീകളുടെ മോചനത്തിന് കേരളത്തിലെ BJP നേതൃത്വം കൂടി രംഗത്തിറങ്ങി. നോക്കൂ എന്തൊരു വിരോധാഭാസമാണ് എന്ന്. ഉത്തരേന്ത്യയിൽ വടക്കൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന BJP കേരളത്തിലെത്തിയാൽ അവരുടെ രക്ഷകർ ചമയുന്നു. ഈ ഇരട്ടത്താപ്പ് തന്നെയാണ് ദീപിക മുഖപ്രസംഗത്തിൽ കൊടുത്ത മറുപടി.
കേരളത്തിൽ ക്രൈസ്തവരുടെ തോളിലേക്ക് കൈനീട്ടി നിൽക്കുന്ന BJPയുടെ മറുകൈ എവിടെയാണ് എന്ന് മനസ്സിലാകണമെന്ന്. അന്ന് കന്യാസ്ത്രീകളുടെ അറസ്റ്റിലും മോചനകാര്യത്തിലും BJPക്കും ഹിന്ദു ഐക്യവേദിക്കും രണ്ട് നിലപാടായിരുന്നു. അതിവേഗം മോചനത്തിനായി BJP ഇടപെട്ടപ്പോൾ അത്ര ആവേശം എന്തിന് എന്ന ചോദ്യം ഹൈന്ദവ സംഘടനകൾ ചോദിച്ചു. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ BJPക്ക് ഒത്താശ പാടിക്കൊടുക്കുന്ന ക്രൈസ്തവരെ സുഖിപ്പിച്ചു നിൽക്കാനേ കേരളത്തിൽ സാധിക്കുകയുള്ളൂ. സഭാ നേതൃത്വത്തെ ഒപ്പം നിർത്താൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പ്രത്യേക ഔട്ട്റീച്ച് യോഗം വരെ നടത്തിയിരുന്നുവെന്ന് നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. അതിന് തൊട്ടു പിന്നാലെയാണ് കേസരിയിൽ വന്ന ലേഖനം എന്നുകൂടി ചേർത്ത് വായിക്കണം. സ്വന്തം സമുദായത്തെക്കാൾ BJP നേതൃത്വം ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന വിമർശനം ഹിന്ദു ഐക്യവേദിക്ക് പലപ്പോഴുമുണ്ട്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് അവിടുത്തെ നിയമപ്രകാരമാണ് എന്ന് വിശദീകരിക്കുന്നതാണ് ലേഖനം. അറസ്റ്റ് ന്യൂനപക്ഷ പീഡനമാണ് എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങി ഭൂരിപക്ഷ സമൂഹത്തെ വെല്ലുവിളിക്കുകയാണ് എന്നാണ് പ്രതിഷേധങ്ങളെ ഒറ്റവാക്യത്തിൽ വിശേഷിപ്പിച്ചത്. ഇതിനുള്ള മറുപടിയാണ് ഭരണഘടനയെ വെട്ടാൻ ക്രൈസ്തവരെ ചാരേണ്ടതില്ല എന്ന പ്രഖ്യാപനം.